നമ്മൾ അങ്കമാലി സ്പെഷ്യലുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വിഭാഗം കേട്ടോ ഇത്. മാങ്ങാക്കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ, കുറച്ച് മീനും കൂടി ആഡ് ചെയ്യല്. മാങ്ങ ഉപ്പും മഞ്ഞപ്പൊടിയും വിനീഗറും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ സബോള ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അതും വിനീഗറും പച്ച വെളിച്ചെണ്ണയും കൂടി കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാവേ. അതൊക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ പേടിയുള്ളവർ ഈ പരിപാടിക്ക് നിൽക്കണ്ട കേട്ടോ. എല്ലാവരും ചോദിക്കും മല്ലിപ്പൊടി ഇടുന്നില്ലേ എന്നല്ലേ. ആ സംഭവം വന്നു. അപ്പോൾ അതിലോട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അത് കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇന്ന് എനിക്കിവിടെ മീൻ കിട്ടിയത് കുറച്ച് സീബാസാണേ. അപ്പോൾ അതങ്ങ് വെച്ചു. മീനാണെങ്കിൽ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചൊറുക്കയും കൂടിയും ആഡ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. നമ്മുടെ മസാല ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇടുന്നത് മാഗിയുടെ കോക്കനട്ട് പൗഡറാണേ. തേങ്ങാപ്പാലാണെങ്കിൽ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കണം. ഇതാണ് ഒറ്റ തവണ ഒഴിച്ചാൽ മതിയേ. എന്നാൽ പിന്നെ അംഗത്തിന് തീ കൊളുത്തിയാലോ. ചൂടായി കഴിയുമ്പം നമ്മുടെ മല്ലിപ്പൊടിയുടെ ഗ്രേവിയും കൂടി അതിലോട്ട് ആഡ് ചെയ്യാവേ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ മീനും മാങ്ങ ഇടുന്നത്. മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വേവട്ടെ കേട്ടോ. അപ്പം നമുക്കൊരു കഥ കേട്ടാലോ. അങ്കമാലിൽ ഒരുപാട് കാറ്ററിംഗ് ടീമുണ്ട് കേട്ടോ. ഫേമസ് ആയ ഒരു കാറ്ററിംഗ് ടീമിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചേട്ടനും കൂടിയും ചെറുതായിട്ട് തുടങ്ങിയ കാറ്ററിംഗ് ആയിരുന്നു. അങ്കമാലിയിലെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. മാങ്ങക്കറി ഇല്ലാണ്ട് അങ്കമാലിയിൽ കല്യാണം നടക്കില്ല എന്ന്. ഇവരുണ്ടാക്കുന്ന മാങ്ങക്കറിക്ക് അങ്കമാലിയുടെ ടേസ്റ്റ് വരുന്നില്ലെന്നു കുറേ ഉണ്ടാക്കി നോക്കി, കുറേ ഷെഫുമാരെ മാറ്റി നോക്കി, ഒരു രക്ഷയില്ല. ഇത് കാരണം ഇവർക്ക് ഓർഡറുകളൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. ഒരു ദിവസം ഇവർ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി അങ്കമാലി ടൗണിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൻ്റെ ഓണർ ഇവരുടെ ഫ്രണ്ട്സായിരുന്നു. അവരുടെ ഭാഗ്യത്തിന് ആ സമയത്തായിരുന്നു അവർ മാങ്ങക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ മാങ്ങക്കറി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. ഒരു സംഭവം തുണിയിൽ പൊതിഞ്ഞിടുന്ന കണ്ടു. അപ്പോൾ ഷെഫിനോട് ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു. ഷെഫ് അത് പറഞ്ഞും കൊടുത്തു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ അങ്കമാലിയിലെ ടോപ്പ് കാറ്ററിംഗ് ടീമായി. ആ തുണി പൊതിഞ്ഞിട്ട സാധനം എന്താണെന്നറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ താളിക്കുന്ന വീഡിയോ ഇടാൻ മറന്നുപോയി. അത് നിങ്ങൾ താളിച്ചോളൂ ഇല്ലേ.